കരടിയാണോ? കരടി മീറ്റാ ഗൈസ്. നേരത്തെ പന്നിത്തലായിരുന്നു, ഇതിപ്പോൾ ചുക്കിയൊക്കെ ഉണ്ട് ഇവിടെ. ഇതിപ്പോൾ പുലിയും തിന്നോമാർ. ഇവരുടെ എന്തോ സിംബോളിക്കുള്ള സംഭവം തോന്നുന്നുണ്ട്, കാരണം അത് ഇവന്മാരുടെ കടയാണെന്നാണ് യദു പറയുന്നത്. ഇതെന്ത് കോഫി ഷോപ്പാണ്? കഞ്ചാവ് കടയാണ്. നമ്മളെ നോർമലി ഉള്ള കോഫി ഷോപ്പല്ല സംഭവം. ആൾക്കാർ അടിപൊളിയാട്ടോ സംഭവം. ഹേയ് ഗൈസ്, ദിസ് ഇസ് ജിൻ ജാങ്കോ ഹിയർ. അപ്പോൾ ഇത് നമ്മൾ എസ്റ്റോണിയ തന്നെയാണുള്ളത്. നമ്മൾ മുന്നത്തെ പാർട്ട് കാണാത്തവരാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കണ്ടിട്ട് വരാം, കാരണം അതിൻ്റെ കണ്ടിന്യൂഷനാണ്. നമ്മളിവിടെ വന്നതും എസ്റ്റോണിയയിൽ എത്തി, അതുപോലെ തന്നെ ടാലിലെ ഓൾഡ് ടൗണിലോട്ട് വന്ന വിശേഷങ്ങളും അതിന് മുമ്പുള്ള നമ്മളെ ഓൾഡ് ഹസ്ന എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട്, അവിടെ കയറി കണ്ട വിശേഷങ്ങളൊക്കെ ഉണ്ട്. അത് കണ്ടിട്ട് വരാം. ഞാനിവിടെ മുകളിൽ ഞാൻ കൊടുത്തേക്കാം എന്തായാലും. അപ്പോൾ നമ്മളിന്ന് ഇപ്പോൾ ഉള്ളത് ഓൾഡ് ടൗണിൽ തന്നെയാണ്. ഓൾഡ് ടൗണിൻ്റെ ഒരു മധ്യഭാഗത്ത് നടുഭാഗത്ത് വന്ന് നിൽക്കുവാൻ തോന്നുന്നുണ്ട്. ഇതൊരു നല്ലൊരു സ്പേഷ്യസ് ആയിട്ടുള്ള ഏരിയ, അതായത് ചുറ്റിലും റെസ്റ്റോറൻറ്റ്സ് ആണ് ആക്ച്വലി തോന്നുന്നുണ്ട്. അതിൻ്റെ പുറത്തോട്ട് അതേപ്പം സമ്മറായി വരാണല്ലോ, അപ്പോൾ സമ്മറായി കഴിഞ്ഞാൽ പുറത്ത് ഡൈനിങ് തുടങ്ങും. ആ ഡൈനിങ് തുടങ്ങുന്ന ആ പരിപാടിയാണ് ഇവിടെ കാണുന്നത്. ഇതൊരു യൂറോപ്പിലൊക്കെ ഉള്ളൊരു കോമൺ കൾച്ചർ. അപ്പോൾ റീഗയിലാണെന്നുണ്ടെങ്കിലും ഈ ഒരു അവസ്ഥ തന്നെയാണ്. ഇപ്പം സമ്മറായി കഴിഞ്ഞാൽ പുറത്ത് കസേര മേശയൊക്കെ ഇട്ടിട്ട് പുറത്തിരുന്ന് എല്ലാവരും ഫുഡ് കഴിക്കുക. വിൻ്ററായി കഴിഞ്ഞാൽ പറ്റില്ലല്ലോ, സമ്മറായി മാത്രമല്ല അവർക്കത് പറ്റുള്ളൂ. അപ്പോൾ അതവർ മാക്സിമം എൻജോയ് ചെയ്യും. നമ്മളിവിടെ നോക്കുകയാണ് ഇനിയിപ്പോൾ അടുത്ത ഈ ഓൾഡ് ടൗണിൽ എന്താ കാണാനുള്ള നോക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്കിപ്പം ഹോസ്റ്റലിൽ പോയിട്ട് നമുക്ക് ചെക്ക് ഇൻ ചെയ്യണം. നോക്കട്ടെ, ഹോസ്റ്റലിൽ ഇവിടെ നിന്ന് നടക്കാനുള്ള ദൂരമെന്ന് പറയുന്നത് നോക്കാം. ഇമാരത്തെ ഈ പഴയ ബിൽഡിങ്ങൊക്കെ ഇവന്മാരെടുത്തിട്ട് റെസ്റ്റോറൻ്റ് ആക്കിയേക്കാണ് സംഭവം. എന്തായാലും ഇവരുടെ ഓരോ ഡെലിക്കസീസ് ഇവിടെ സ്പെഷ്യൽ, ഇന്നത്തെ സ്പെഷ്യൽ ഇവർ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നോക്കാം. അതായത് സീ സാബ പിക്ടെയിൽ ഓക്സ് റിബ്. ഇവരുടെ മെയിൻലി ഇപ്പോൾ ആ പയ്യൻ പറഞ്ഞായിരുന്നു, നമ്മളവിടെ കണ്ടിട്ട് പുള്ളി പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ മെയിൻ ഫുഡ് എന്ന് പറയുന്നത് മീറ്റാന്നാണ്. അതായത് പല പല മീറ്റ്, ഡിയർ മീറ്റ്, ബിയർ, കരടി തിന്നോ? കരടി മീറ്റാണോ? ഫോട്ടോ കണ്ടില്ലേ? കരടിയാണോ? കരടി മീറ്റാ? ഓ, ഡിയറോ ബിയറോ? ബിയർ മീറ്റ്. ഇതിപ്പോൾ പുലിയും തിന്നോമാർ. അല്ലേ, വൈൽഡ് ആനിമൽസിനെയൊക്കെ അവന്മാർ തിന്നണത്. അതായത് അവന്മാരുടെ ഒരു ഡെലിക്കസിയാവും മീറ്റുകൾ. നോക്കട്ടെ അത് ടേസ്റ്റ്. അത് ഇവിടെ വന്നിട്ട് അത് കഴിച്ചിട്ടില്ലെങ്കിലും മോശമല്ലേ? ബിയർ മീറ്റ് കഴിച്ചാലും മോശമില്ല. നല്ല റേറ്റ് തോന്നുന്നില്ലേ? 48 യൂറോ എന്നൊക്കെ കാണിക്കുന്നത്. പിന്നെ ഈ കാണുന്നത് ആ കടയുടെ പുറത്ത് നിൽപ്പുണ്ടല്ലോ ഒരു സംഭവം, ഒരു എന്തോ കാർട്ടൂൺ, ഒരു പന്നിയുടെ പോലെ, പന്നിയുടെ തലയുള്ള. ഇവരുടെ എന്തോ സിംബോളിക്കുള്ള സംഭവം തോന്നുന്നുണ്ട്. കാരണം നമ്മൾ സുവനീറിൻ്റെ ഷോപ്പ്, ഇത് സുവനീറിൻ്റെ ഷോപ്പ് തന്നെയാണ്. സുവനീറിൻ്റെ ഷോപ്പ് നേരത്തെ കയറിയപ്പോൾ ഇതിൻ്റെ തലയൊക്കെ മാഗ്നറ്റായിട്ട് ഒട്ടിച്ച് വെച്ചേക്കുന്നത് കാണുന്നുണ്ടായിരുന്നു. എന്തോ ഇവരുടെ നോക്കട്ടെ ആ ഒരു സെറ്റപ്പ് എന്താണെന്നുള്ളത്. അപ്പോൾ ആ കണ്ട പന്നിത്തല അല്ല, എൽക്കാണ് സംഭവം. അതായത് ഇവരുടെ ഫോക്ക് സംഭവം ഉണ്ടല്ലോ, ആ ഫോക്ക് ലോറിന് ഒരു പ്ലേഫുള്ളായിട്ട്, അതായത് അവരുടെ ഒരു ഹാസ്യമായൊരു ക്യാരക്ടർ, അല്ലാതെ ഒരു ഒഫീഷ്യലായിട്ടുള്ളൊരു ക്യാരക്ടർ സംഭവമൊന്നുമല്ല. അങ്ങനത്തെ ഒരു സംഭവമാണ് ആ പന്നിത്തല. പന്നിത്തല അല്ലേ, എൽക്ക്. അപ്പോൾ അത് നമ്മൾ അപ്പുറത്തെ സുവനീർ ഷോപ്പിലും ഇതായിട്ട്, അതായത് ഫ്രിഡ്ജ് മാഗ്നറ്റായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് സംഭവം. എന്തായാലും കൊള്ളാം പന്നിത്തല. ഗൈസ്, നേരത്തെ പന്നിത്തലായിരുന്നു, ഇതിപ്പോൾ ചുക്കിയൊക്കെ ഉണ്ട് ഇവിടെ. ഡ്രസ്സ് കടയാണോ സംഭവം? ഇത് നമ്മൾ ഇവിടെ ഡ്രസ്സ് കടയാണ് സംഭവം. നമ്മൾ വിചാരിച്ച് ഇത് അടുത്ത സുവനീർ ഷോപ്പാണ്, ഇനി ഇതെന്തോ വേറെ ഫോക്ലോർ ക്യാരക്ടറാന്ന് വിചാരിച്ച്. ചുടുക്കിയ പോലുള്ള ചോട്ടാ ഭീമൊക്കെ ഉണ്ട് തോന്നുന്നുണ്ട് ഇവിടെ. ചോട്ടാ ഭീമും ചുടുക്കിയും രാജുവും ഒക്കെ ഉണ്ട്. നമ്മൾ അപ്പോൾ ഇങ്ങനെ നടക്കുകയാണ്. നമ്മളൊരു ഫ്രിഡ്ജ് മാഗ്നറ്റ് മേടിക്കാൻ വേണ്ടിയിട്ട് സുവനീർ ഷോപ്പിൽ കയറി ഇറങ്ങി നടക്കുകയാണ്. കാരണം നല്ല നമ്മൾ സുവനീർ ഞാനെന്തായാലും കളക്ട് ചെയ്യാറുണ്ട് ഒരു നല്ലൊരു ഫ്രിഡ്ജ് മാഗ്നറ്റ്. അതായത് നല്ല കുറഞ്ഞ പ്രൈസിലും നല്ല ക്വാളിറ്റി ഉള്ളതും കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ മേടിക്കാറുണ്ട്. അങ്ങനെയുള്ളൊരു പ്ലാനിലാണ് ഞാൻ നടക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം വിൽനെസ് വന്നപ്പോൾ ഞാനത് വ്ളോഗിൽ കാണിച്ചിട്ടില്ല, പക്ഷേ ഞാൻ മേടിച്ചായിരുന്നു. അപ്പോൾ എന്തായാലും ഇവിടെ കയറാം. എന്നാൽ അവിടെ നോക്കാം. ഇവിടെ വേറൊരു സുവനീർ ഷോപ്പുണ്ട്. ഏത് പറഞ്ഞു, അപ്പോൾ നമ്മൾ കയറുന്നു. ഗൈസ്, ഇതാണ് ഇവിടുത്തെ പട്ടാളം. ഏത് പറയുന്നത് മറ്റേ കട നമ്മൾ നേരത്തെ കണ്ട മുമ്പത്തെ വ്ളോഗിലുണ്ടായിരുന്ന കട, അത് ഇവന്മാരുടെ കടയാണെന്നാണ് ഏത് പറയുന്നത്. ചിലപ്പോൾ ഇവന്മാരുടെ ആയിരിക്കും. വന്നിട്ട് എത്ര കുതിരയായി, അതായത് ഇന്ത്യയിൽ നിന്നും ഒരു 5 കുതിരയെങ്കിൽ ആയല്ലോ എന്നുള്ള സംഭവമൊക്കെ ചോദിച്ചത്. ഗൈസ്, ഇത് മറ്റൊരു റെസ്റ്റോറൻ്റ് വന്നിട്ട്. ഈ വാച്ച് പണ്ടത്തെ ഒരു പെയിൻ്റൊക്കെ ചെയ്ത് വെച്ച ടൈപ്പ് വാച്ച്, പക്ഷേ ഇത് ഓടുന്നുണ്ട്. കറക്റ്റ് സമയമാണ്, 2 മണിയാവുന്നത്. കറക്റ്റ് സമയം
വാച്ച് ഓടുന്നുണ്ട്. എന്ത് പഴയതാണെങ്കിലും ഇവരത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. എന്തായാലും അടിപൊളി. ഇതകത്ത് നേരത്തെ കണ്ട പോലുള്ള ഒരു റെസ്റ്റോറൻറ്റിനാണ് തോന്നുന്നുണ്ട്. അകത്തോട്ടേക്ക് കയറിപ്പോയിട്ട് ഇവിടെ മൊത്തം അങ്ങനത്തെ ഒരു സെറ്റപ്പാണ്. നമ്മുടെ റിഗയിൽ അങ്ങനെയല്ലല്ലോ. റിഗയിൽ ഇങ്ങനത്തെ ഒരു കുഴിയിൽ ഇറങ്ങി പോകുന്ന സെറ്റപ്പ് ഉണ്ട്. വേണ്ട, നല്ല കിടിലം വഴി. ആഹാ, അടിപൊളി. ഇത് തന്നെ തോന്നുന്നുണ്ട്, നോക്കട്ടെ. അപ്പോൾ ഗൈസ്, നമ്മൾ റൂം എടുത്ത് ബങ്കർ ബെഡാണ് സംഭവം. 1ഉം 3ഉം എനിക്ക് അതുപോലെ മുകളിലുള്ള ബെഡാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെയാണ് കുഴപ്പമില്ല. ചെറിയൊരു ഇതിൻ്റെ അത് ചൂട് പോലെ തോന്നുന്നുണ്ട്, പക്ഷെ കുഴപ്പമില്ല. പുറത്ത് കുറച്ച് കഴിയുമ്പോൾ എനിക്ക് തോന്നുന്നത് ടെമ്പറേച്ചർ ഒന്ന് കുറയും, അപ്പോൾ സെറ്റാകുമായിരിക്കും എന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇവിടെ ഒരു കണ്ണാടിയൊക്കെ ഉണ്ട്, കണ്ടോ? കണ്ണാടിയുണ്ട്, ഒരു ടേബിളുണ്ട് ഇങ്ങനെ. പിന്നെ ഇവിടെ ആരോ വന്നിട്ടുണ്ട്, ആരോ ബാഗൊക്കെ വെച്ച് പോയിട്ടുണ്ട്, വലിയ ബാഗും. പിന്നെ ഹവാക്കറിൻ്റെ സ്ലിപ്പറാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇന്ത്യക്കാരൻ തന്നെ ആയിരിക്കും അല്ലേ, ഹവാക്കറിൻ്റെ സ്ലിപ്പറൊക്കെ കിടക്കുന്നത്. ഹവാക്കർ മറ്റേ ഇതിൻ്റെ VKC ഹവാക്കർ VKCൻ്റെ അല്ലേ. അപ്പോൾ എനിക്ക് ഇന്ത്യക്കാരൻ തന്നെയാണെന്ന് തോന്നുന്നുണ്ട്. വലിയ പെട്ടിയൊക്കെ വന്നിട്ട് ഒരാഴ്ചത്തേക്ക് നിൽക്കുകയാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ എന്തായാലും കൊള്ളാം, അടിപൊളി സെറ്റപ്പ് തന്നെയാണ്. അടിപൊളി എന്നല്ല, അഡ്ജസ്റ്റ് ചെയ്യാം അല്ലേ, ഏതു അഡ്ജസ്റ്റ് ചെയ്യാനുള്ളൊരു സെറ്റപ്പ്. ഓക്കെ. ഇപ്പം നമ്മൾ ഒരു ദിവസത്തെ കാര്യം ജസ്റ്റ് ഒന്ന് ഉറങ്ങണം. രാവിലെ 3:30ക്ക് എണീറ്റ് പോകണം. കാരണം ഇതാണ്, ഷിപ്പാണ്, ഫെറിയാണ്. അപ്പം എന്തായാലും നമ്മൾ 1 മണിക്കൂർ മുമ്പെങ്കിൽ അവിടെ എത്തണം. അപ്പം ഒരു 4:30ക്ക് ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഒരു 5 മണിക്ക് അവിടെ എത്തുന്ന രീതിയിൽ നടന്നിട്ട്, ഇപ്പോൾ 1 കിലോമീറ്റർ കണ്ടിട്ടുള്ളൂ. അപ്പോൾ നടക്കാമെന്ന് വിചാരിക്കുന്നത്, അങ്ങനെ വിചാരിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ നിന്നും ഒരു ടോമ്പുണ്ട്, അങ്ങോട്ടേക്ക് പോകുന്നതായിരിക്കും. അതിന് മുമ്പ് ഒരു കോഫി കുടിക്കാമെന്നിരിക്കുന്നത്. യദുവിന് ഉള്ള ഒരു ഇവിടുത്തെ ഒരു നല്ലൊരു കിടിലം കഫേയിൽ കയറിയിട്ട് ഒരു കോഫി കുടിക്കണം എന്നുള്ളൊരു അതിയായ മോഹമുണ്ട്. അപ്പോൾ നമ്മളത് എന്തായാലും സഫേലിയിരിക്കണമല്ലോ. അത് കഴിഞ്ഞിട്ട് അപ്പോൾ ഒരു സഫലീകരിക്കണം. അതിൻ്റെ ആ കോഫിയുടെ ഒരു കിക്കിൽ നമ്മൾ ആ ടോമ്പ് കയറാൻ പോകുന്നതായിരിക്കും. അത് കഴിഞ്ഞിട്ട് മാർക്കറ്റ് ഉണ്ട്. പിന്നെ നാളത്തെ പൂവാളർ ഹാർബറിൽ മാർക്കറ്റൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ പോയി തിരിച്ചു വന്ന് നമ്മൾ ഓൾഡ് ടൗണിൽ വീണ്ടും ഏതെങ്കിലും റെസ്റ്റോറൻറ്റിൽ കയറി ഒരു ഒതൻറ്റിക് ഫുഡ് കഴിക്കണം. അതെന്തായാലും മസ്റ്റാണ്, നിർബന്ധമാണ്. അപ്പോൾ എന്തായാലും കാണാം, നമ്മൾ ഇറങ്ങട്ടെ, പുറത്തോട്ട് ഇറങ്ങട്ടെ. അപ്പോൾ ഇതാണ് നമ്മുടെ റൂം 201. ഇതിൻ്റെ ഇവിടെ അങ്ങനെ കാർഡ് ടാപ്പ് ചെയ്ത് കയറുന്നതാണ് സംഭവം. ഇവിടെ പുറത്ത് ഇവിടെ കുറേ റൂമുകളൊക്കെ ഉണ്ട്. അതുപോലെ ബങ്കറായിരിക്കും. അതുപോലെ തന്നെ മറ്റേ ക്യാപ്സ്യൂളുകളുണ്ട്. ചിലപ്പം എയർ കണ്ടീഷൻ ഉണ്ടാവും. നമ്മളെ എയർ കണ്ടീഷൻഡ് അല്ല റൂം, പക്ഷെ കുഴപ്പമില്ല, വലിയ സീൻ ഉണ്ടാവില്ല. രാത്രി വന്ന് ക്ഷീണം കൊണ്ട് കിടക്കാനല്ലേ. പിന്നെ ഇവിടെ അങ്ങനെ ഷവറും വാഷ്റൂമും ഒക്കെ ആയിട്ടുള്ള ഒരു സെറ്റപ്പാണ്. ഇവിടെ ചില്ലിങ് ഏരിയ ഉണ്ട് സംഭവം. ഇനി ഇരിക്കാനുള്ള ചില്ലിങ് ഏരിയ ഉണ്ട്. ഇങ്ങനെയാണ് സെറ്റപ്പ്. എന്തായാലും നമ്മൾ പുറത്തോട്ട് ഇറങ്ങാണ്, ഒരു കോഫി കുടിക്കാൻ പോകണം. അപ്പോൾ കോഫി ഷോപ്പിൽ എത്തിയിട്ട് കാണാം. അപ്പോൾ നമ്മൾ ഓൾഡ് ടൗണിലൂടെ നടക്കുകയാണ്. നല്ല കോഫി ഷോപ്പും തപ്പിക്കൊണ്ട് നമ്മളൊരു കോഫി ഷോപ്പ് നോക്കി അത് വന്ന് ഇവിടെ നോക്കിയപ്പോൾ പൂട്ടിട്ട് വെച്ചേക്കുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ തപ്പി നടക്കുകയാണ്. ഓൾഡ് ടൗണിൻ്റെ വേറെ ഭാഗത്തേക്ക് ഇങ്ങനെ പോവാണ് നമ്മൾ. വേറെ ഭാഗമൊന്നുമില്ല, അത് സംഭവം നമ്മൾ നേരത്തെ വന്ന ഭാഗം തന്നെയാണ്. അപ്പം ഇവിടെ നിന്നും അപ്പുറത്തെ ഭാഗത്തോട്ട് പോയി നോക്കട്ടെ, ലെഫ്റ്റ് എടുത്തിട്ട് പോയി നോക്കട്ടെ. നമ്മൾ നേരത്തെ ഇവിടെ നിന്നൊക്കെ നേരെ അങ്ങോട്ട് പോവുക ചെയ്തത്. അപ്പോൾ ഇനി എന്തായാലും നമ്മൾ ഇങ്ങോട്ട് പോയി നോക്കാം. ഈ റൂട്ട് നമ്മൾ ഇങ്ങോട്ട് പോയി നോക്കിയില്ലല്ലോ നേരത്തെ കണ്ട. What is this, bro? Almonds, iconic and popular. You can try all the flavors and new snacks made with cheese around the almonds. Try everything Okay. like you prefer. You can check all the names, the different packaging, and let me know you prefer fruit flavors, traditional flavors. Okay. Like to try So which are these ones? orange, cherry, lemon, chili pepper, coffee, Manatallin, cinnamon and ginger. Okay, I'll try chili pepper. Okay. Here you have a Master Cherry, and here you have Mr. and Mrs. Coins. Okay, these are ചില്ലി പെപ്പർ കൊള്ളായിരുന്നു. ഇനി അടുത്തത് ഈ സാധനമാണ്. ഇതെന്താ ഐറ്റം? ഇതല്ലോ കടല കപ്പലണ്ടി കൊള്ളാം. ഇവിടെ ടാലിലുള്ള
മയാസ് മോങ്ക് ഗോർമെൻറ്റ് മോങ്ക് എന്ന് പറഞ്ഞിട്ടുള്ള കടയാണ് സംഭവം. എന്തായാലും കിടിലൻ പല പല ഫ്ലേവറിലുള്ള കപ്പലണ്ടികൾ വെച്ചേക്കുവാണ് ഇവിടെ. നമ്മൾ ചില്ലി പെപ്പർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി, സംഭവം കൊള്ളായിരുന്നു. പിന്നെ വേറൊരു കപ്പലണ്ടി വെച്ചിട്ട് സംഭവം നമ്മൾ ചെയ്ത് നോക്കി, കൊള്ളാം സംഭവം. അപ്പോൾ എന്തായാലും നമ്മൾ ഇനി അടുത്ത കോഫി ഷോപ്പ് നോക്കി നടക്കട്ടെ. ഇത് ഒരു സൂപ്പർ മാർക്കറ്റാണ്, പ്രീസ്മ എന്ന് പറഞ്ഞിട്ട് 24/7 സൂപ്പർ മാർക്കറ്റാണ്. നമ്മൾ നേരത്തെ ഹെസ്ബർഗ് കഴിക്കാൻ വേണ്ടിയിട്ട് കയറിയ ആ ഒരു മാളിൻ്റെ അകത്ത് ഇതുണ്ടായിരുന്നു. പ്രിസ്മ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മാളായിരുന്നു. നമ്മളെ ലുലു മാളിലൊക്കെ ലുലു ഹൈപ്പർ മാർക്കറ്റുള്ള പോലെ ഉള്ള മാളായിരുന്നു അത് സംഭവം. അപ്പോൾ എന്തായാലും ഇതിൻ്റെ അകത്ത് എങ്ങനെയാണെന്നുള്ളതൊന്ന് കയറി നോക്കട്ടെ. ഇവിടെ പ്രത്യേകിച്ചൊന്നുമില്ല സംഭവം. നമ്മൾ നോർമലി അവിടുത്തെ സൂപ്പർ മാർക്കറ്റിലുള്ള സംഭവം തന്നെ. വേറൊരു സൂപ്പർ മാർക്കറ്റ് ബ്രാൻഡ് അത്ര ഒന്നും ഉള്ളൂ. ഉണ്ട് വേറൊരു സൂപ്പർ മാർക്കറ്റ് ഗൈസ്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. വലിയ കാര്യമായിട്ടൊന്നുമില്ല, സാധാരണ സൂപ്പർ മാർക്കറ്റ്. പിന്നെ നമ്മളിങ്ങനെ കോഫി ഷോപ്പ് തപ്പി നടക്കുകയാണ്. കുറേ നേരമായി നമ്മളൊരു കോഫി ഷോപ്പ് തപ്പി നടക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ ഒരു കോഫി ഷോപ്പ് കാണുന്നു. ഇതെന്ത് കോഫി ഷോപ്പാണ്? കഞ്ചാവ് കടയാണ്. നമ്മളെ നോർമലി ഉള്ള കോഫി ഷോപ്പല്ല സംഭവം. ഇത് ഇവിടുത്തെ കഞ്ചാവ് കടയാണ്. കണ്ട ഇലയുടെ പടം കണ്ടാൽ അറിയാം കോഫി കഞ്ചാവാണെന്ന്. അങ്ങനെ അബദ്ധത്തിലൊന്നും വന്ന് കയറിപ്പോയല്ലേ കേട്ടോ അവിടെ. അപ്പോൾ നമ്മൾ ആ കൗതുകത്തിൻ്റെ പുറത്ത് ആ കോഫി ഷോപ്പ്, അതായത് ആ കഞ്ചാവ് കടയിൽ ചുമ്മാ ഒന്ന് കയറി, ചുമ്മാ ചോദിച്ചു. നമ്മളിങ്ങനെ ടൂറിസ്റ്റുകളാണ്, ചുമ്മാ കാണാൻ വന്നതാണെന്നൊക്കെ പറഞ്ഞു. എന്ത് ഹെൽപ്പ് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ കയറിയപ്പോൾ ചുമ്മാ കാണാൻ വന്നതെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഒരു സംഭവങ്ങളെ എക്സ്പ്ലെയിൻ ചെയ്ത് തന്ന്. അതായത് ഭയങ്കര സ്ട്രോങ് അതായത് ഇതിൻ്റെ ലെവൽ കൂടിയ സാധനമുണ്ട്, അതല്ല ഇവിടെ കൊടുക്കുന്നത്. ഇവിടെ അത് ലീഗലല്ല ലിത്വാനിയയിൽ എസ്റ്റോണിയയിൽ. ഇവിടെ ലീഗലായിട്ടുള്ളൊരു പെർസെൻറ്റേജ് ഉണ്ട്, ആ ലെവലിലുള്ള സാധനമാണ് കൊടുക്കുന്നത്. ഞാൻ പറഞ്ഞു നമ്മൾ ഇന്ത്യയിൽ നിന്നാണ് വരുന്നത്, ഇന്ത്യയിൽ ലീഗലല്ല ഈ സാധനമൊക്കെ ഇങ്ങനെയൊക്കെ ഷോപ്പൊക്കെ നമ്മൾ കാണാൻ പറ്റില്ല, അതങ്ങനെ പറഞ്ഞത്. പുള്ളിക്കാരി നൈസ് ഓക്കെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചോദിച്ചിട്ട് ഇങ്ങനെ ഇറങ്ങി. എന്നിട്ട് നമ്മൾ കോഫി കുടിക്കാനുള്ള കോഫി ഷോപ്പ് കിട്ടിയില്ല അതുവരെ. നമ്മളിങ്ങനെ നടക്കുക ഗായ്സ്. അങ്ങനെ ഒരുപാട് നേരത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മൾ കഫീൻ കണ്ടുപിടിച്ചിരിക്കുകയാണ്. അങ്ങനെ 2 ലാറ്റെ മേടിച്ചിട്ടുണ്ട്. നല്ല കിടിലൻ ഡിസൈനൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കുടിച്ചിട്ട് വേണം നമുക്ക് അടുത്ത ഡെസ്റ്റിനേഷനിലോട്ട് പോകാൻ. അപ്പോൾ കുടിച്ചിട്ട് വരാം. അപ്പോൾ നമ്മൾ മറ്റേ ടോംബിലോട്ട് പോവാണ്. നമ്മൾ കോഫി കുടിച്ച് കഴിഞ്ഞ് ഇനി ആ ടോംബിലോട്ട് പോവാണ്. നമ്മളവിടെ കുറച്ച് നേരം കോഫി കുടിച്ചിരുന്ന് റിലാക്സ് ചെയ്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്താ ഏതുവിനെ കാണിക്കണം. ഇത് പിന്നെ ഇവിടുത്തെ ബിൽ ബോർഡുകളൊക്കെ കൊള്ളാം. ഇങ്ങനെയൊക്കെ ബിൽ ബോർഡ് ചെയ്ത രസമുണ്ട്. അതായത് നമ്മുടെ നാട്ടിൽ ആണെന്നുണ്ടെങ്കിൽ പോസ്റ്റർ മതിലിൽ കൊണ്ട് വെട്ടിക്കും. അതിന് പകരം ഇങ്ങനെ ബിൽ ബോർഡുകൾ ചെയ്യാൻ, ഇപ്പം സിനിമ പോസ്റ്റർ ആണെങ്കിലും അങ്ങനത്തെ എന്ത് പോസ്റ്റർ ആണെങ്കിലും ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മതിലും കേട് വരില്ല. പിന്നെ അതൊരു അതിന് വേണ്ടിയിട്ടുള്ളൊരു പ്രോപ്പർട്ടി തന്നെ ആയിട്ട് മാറുമല്ലോ. അപ്പോൾ എന്തായാലും ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമ്മുടെ നാട്ടിലും കൂടെ ഒന്ന് അനുകരിക്കാമായിരുന്നെങ്കിൽ കുറച്ചുകൂടെ അടിപൊളിയായതിനെ സംഭവം. കുറച്ചുകൂടി ഒരു റെസ്പോൺസിബിളായിട്ട് ഒരു നമ്മുടെ ഒരു സിവിക് സെൻസ്, റെസ്പോൺസിബിലിറ്റി എന്നൊക്കെ കുറച്ചുകൂടി കൂടിയ രീതിയിൽ നമുക്ക് ഇതാക്കിയെടുക്കാം ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. ഗൈസ്, അപ്പോൾ നമ്മൾ ഇവിടെ എത്തി, നമ്മുടെ ടൂമ്പിൻ്റെ അവിടെ. അപ്പോൾ ഇത് ആക്ച്വലി എസ്റ്റോണിയക്ക് ഇൻഡിപെൻഡൻസ് കുറച്ച് പേര് അങ്ങോട്ട് മാറിപ്പോയി. ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടിട്ട് കുറച്ച് പേരങ്ങ് മാറിപ്പോയി. ആൾക്കാർ അടിപൊളിയായിട്ടോ സംഭവം. അതാണ് ഒന്ന് സ്റ്റക്കായി പോയത്. അപ്പോൾ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിവിടെ ഇൻഡിപെൻഡൻസ് കൊടുത്ത എസ്റ്റോണിയക്ക് 1990-91 കാലഘട്ടത്തിലാണ് ഇവിടെ ഇൻഡിപെൻഡൻസ് കിട്ടുന്നത്. അപ്പോൾ അത് കൊടുത്തത് അന്നത്തെ റഷ്യയുടെ പ്രസിഡൻ്റാണ്. പ്രസിഡൻ്റ് പേര് ബോറിസ് യെൽസ്റ്റൈൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അപ്പം ഒരു സ്മാരകാർത്ഥം 2013 ഓഗസ്റ്റ് 2013 നിർമ്മിച്ച ഒരു നിർമ്മിതിയാണെന്നാണ് പറയുന്നത് സംഭവം. അവർക്ക് അതിന് വേണ്ടിയിട്ട് അവരുടെ ടൂമ്പ്. അപ്പോൾ എന്തായാലും നമുക്കിത് ഇവിടെ സ്റ്റെപ്സൊക്കെ ഉണ്ട്. എന്തായാലും നമുക്ക് അതിലൂടെ കയറിയിട്ട് മുകളിലോട്ട് കയറിയിട്ട് നോക്കാം എന്താ സംഭവം എന്ന്. കാണുന്നതാണ് ടൂമ്പ്. മുകളിൽ കൊടി പറക്കുന്നുണ്ട് എസ്റ്റോണിയുടെ. നമുക്ക് എന്തായാലും മുകളിൽ കയറി നോക്കാം. ഗൈസ്, ഇത് ശബരിമലയിലെ 18ാം പടി കയറേണ്ട അവസ്ഥയായിപ്പോയി. ഇനിയും മുകളിലോട്ട് കയറണം. ഇതാ ആ കാണുന്നതിൻ്റെ ആ ഉച്ചിയിലെത്തണം. അവിടെ എന്തായാലും
നടന്നുകൊണ്ടിരിക്കുകയാണ്. നടന്ന് കയറുന്ന മുകളിലെത്തിയാൽ കാഴ്ച വെറുത്താണെന്നൊക്കെ ആണെങ്കിൽ ഏതോ എന്നോട് പറഞ്ഞത്. നോക്കാം നമുക്ക് കാഴ്ച വെറുത്താണോ അല്ലേ ഒന്ന് എന്താണെന്ന്. ഗൈസ് വലിഞ്ഞ് കയറുവാണ്. അങ്ങനെ അവസാനം ഇവിടെ മുകളിലെത്തി. ഏതോ വറുത്താണോ നോക്കാം. അപ്പുറത്തോട്ട് കുറച്ചുകൂടി നിന്ന് അപ്പുറത്തോട്ട് നിന്നിട്ട് നോക്കാം വറുത്താണോ അല്ലേ ഇത്. ഇതാ ഗൈസ്, ഇതാണ് കാഴ്ച. എങ്ങനെയുണ്ട്? കൊള്ളാം. ഏത് പറഞ്ഞാലും കാര്യമുണ്ട്, വറുത്താണ്. മൊത്തത്തിൽ ഓൾഡ് ടൗണ് ആ ഒരു മുക്കിൽ നിൽക്കുന്നു. പിന്നെ ബാക്കിയുള്ള ടൗണ് ഭാഗം അവിടെ നിൽക്കുന്നു. ഇതെന്തോ വലിയൊരു പാർലമെൻറ്റ് മന്ദിരം പോലുള്ളൊരു മന്ദിരം. എന്തായാലും കൊള്ളാം, സംഗതി വറുത്ത് തന്നെയാണ്. എന്തായാലും നടന്ന് കയറിയതിന് ഉപകാരമുണ്ട് സംഭവം. ഇതിവിടെ നമുക്ക് ഓൾഡ് ടൗണിൻ്റെ അടുത്ത് എത്രയും അടുത്ത് ആക്സസ് ചെയ്ത് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സ്ഥലമാണിത്. എന്തായാലും കൊള്ളാം. അതാണ്ട് എന്തോ ഒരു ദൂരദർശനിയൊക്കെ ഉണ്ട്. യദുവിൻ്റെ iPhone 17 Pro Maxൽ നിന്നിട്ട് വീഡിയോ എടുക്കുകയാണ്. വ്ളോഗറല്ല, യദു റീൽ മേക്കറാണ്. ഇതിൻ്റെ അകത്തുകൂടെ നോക്കി വെക്കുക അങ്ങനെ ഉണ്ടെന്ന്. ഈ സാധനം അടിപൊളി സാധനമാണ് സംഭവം. അതായത് ഇതിൻ്റെ നമ്മൾ ആ കാണുന്ന ആ ഒരു ഏറ്റവും ഹൈറ്റുള്ള ഒരു ഇതുണ്ടല്ലോ, അതിൻ്റെ മുകളിലൊരു കൊടിയുണ്ട്. 1989 എഴുതിയിട്ടുള്ളൊരു കൊടിയുണ്ട് സംഭവം. എന്തായാലും അതുവരെ കാണാൻ പറ്റുന്നുണ്ട്. ഒരു കിടിലൻ സാധനം, വർക്ക് ചെയ്യാത്ത സാധനമില്ല. കുറേ സ്ഥലത്ത് ഞാനങ്ങനെ കണ്ടിട്ടുണ്ട് ഇങ്ങനെയൊക്കെ വെച്ചിട്ട് വർക്ക് ചെയ്യാതായതൊക്കെ. ഇതിപ്പോഴും വർക്കിംഗ് കണ്ടീഷനിലാണ്. കിടിലാണ് സംഭവം. നമ്മൾ ഇതിൻ്റെ മുകളിൽ കയറിയിട്ട് നമുക്ക് നടക്കണം. കാരണം ഈ ഒരു കുന്നിൻ്റെ മുകളിൽ തന്നെ ഒരു സിറ്റി പോലെയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഒരുപാട് ബിൽഡിങ്സൊക്കെ വെച്ചിട്ട് ഒരു സിറ്റി പോലെ. ഞാൻ നേരത്തെ പറഞ്ഞ ആ റഷ്യൻ പ്രസിഡൻറ്റിൻ്റെ ഒരു സ്മാരകാർത്ഥം ഉണ്ടാക്കി വെച്ചാന്നാണ് പറയുന്നത് സംഭവം. 2013. പക്ഷേ ഇത് കണ്ടിട്ട് ഭയങ്കര പഴയ ബിൽഡിങ്സൊക്കെ പോലെ ഉണ്ട് അല്ലേ? പക്ഷേ അവിടെ ഇത് വെച്ചേക്കുന്നത് 2013 ഇത് ഇനാഗ്രേറ്റ് ചെയ്തതെന്ന്. റിനോവേറ്റ് ചെയ്തേക്കും ചിലപ്പോൾ, അതങ്ങനെ ആയിരിക്കും. റിനോവേറ്റ് ചെയ്തിട്ടായിരിക്കും 2013 അവർ സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ എന്തായാലും ഇതിൽ ഈ കുന്ന് ഞാൻ മറ്റേ വലിഞ്ഞു കയറിയ കുന്നിൻ്റെ മുകളിലാണ് ഈ കാണുന്ന ബിൽഡിങ്, ഈ സ്ട്രീറ്റും എല്ലാം കാണുന്നത്. എന്തായാലും യൂറോപ്പുള്ളവരോട് ആർക്കിടെക്ചറിനെ കുറിച്ച്, ആർക്കിടെക്ചറാണ്, ബിൽഡിങ് ഉണ്ടാക്കില്ല. ചുമ്മാ പെട്ടി കൂട്ടി ഉണ്ടാക്കുന്ന പോലെ ബിൽഡിങ് ഉണ്ടാക്കുന്നതല്ല, ആർക്കിടെക്ചറാണ്. അത്രയും ഭംഗിയിൽ അത്രയും ഇതാണ്. ഞാൻ മറ്റേ സന്തോഷ് ജോർജ് കുളങ്ങര പുള്ളിയുടെ വീഡിയോ ഒക്കെ കാണുമ്പം പുള്ളി ആർക്കിടെക്ചറിനെ കുറിച്ച്, ആർക്കിടെക്റ്റുകളാണ് ഇതെല്ലാം ഏൽപ്പിക്കേണ്ടതെന്നുള്ള കേസ് പറയും. എനിക്ക് മനസ്സിലായി, പക്ഷെ ഇപ്പോൾ മനസ്സിലാവുന്നത് അതാണ്. ഇതുകൊണ്ടാണ് പുള്ളി ഇങ്ങനെ പറയുന്നത്, ആർക്കിടെക്റ്റുകളെ ഏൽപ്പിക്കണം ഒരു നഗരം ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതാണ് പുള്ളി ഇതൊക്കെ കണ്ടിട്ടാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും അടിപൊളി തന്നെ കേട്ടോ. അപ്പോൾ എല്ലാവരും പറ്റുന്നവരെല്ലാം ട്രാവൽ ചെയ്ത് ഇങ്ങനത്തെ ഓൾഡ് ടൗണുകൾ, യൂറോപ്പിലെ ഓൾഡ് ടൗണുകൾ വന്ന് കാണണം. ഇത് പിന്നെ എന്തോ ഒരു കാസിലാണ് ഇവിടുത്തെ താഴത്ത് അവിടെ എഴുതി വച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അവിടെ ഒന്ന് പോയി വായിച്ച് നോക്കാം എന്താണെന്നുള്ളത്. ഇത് കിടിലൻ സംഭവം. ഈ കുന്നിൻ്റെ മുകളിലുള്ളത് തന്നെയാണത്. ഈ ഒരു കാസിൽ പോലത്തെ ഈ ഒരു സെറ്റപ്പും കാര്യങ്ങളും എല്ലാം അതിന് പൊളി തന്നെ കേട്ടത്. ഇതാണ് ഗായ്സ് ആർക്കിടെക്ചർ. എന്താണെന്നുള്ളത് ഞാൻ നോക്കട്ടെ. ഇതെന്തോ ഒരു കോട്ട പോലെ പണിതേക്കും അവർ. ഈ കാണുന്നത് ഒരു ഡിഫെൻസീവ് ടവറാണ്. അതായത് അന്ന കാലത്ത് പട്ടാളക്കാർ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് സ്മോളസ്റ്റ് ആയിട്ടുള്ളൊരു ഡിഫെൻസീവ് വാളാണ് സംഭവം ഇവരുണ്ടാക്കി വെച്ചേക്കുന്നത്. അതായത് 14th century അങ്ങനെ ഉണ്ടാക്കിയ ഒരു വാളാണ്. പിന്നെ 15th century അത് റിനോവേറ്റ് ചെയ്യുകയും അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെന്നാണ് ഇവിടെ ഇതിനകത്ത് എഴുതി വെച്ചേക്കുന്നത്. വേണ്ടവരൊന്ന് പോസ് ചെയ്തിട്ട് വായിച്ച് നോക്കാം സംഭവം അങ്ങനെ എഴുതിയേക്കുന്നതിൻ്റെ അകത്ത്. ഇതൊക്കെയാണ് ഇവിടുത്തെ ഈ കുന്നിൻ മുകളിലെ ചെറു ഗ്രാമത്തിൽ നമുക്ക് കാണാൻ പറ്റുന്ന കാഴ്ചകൾ. അപ്പുറത്ത് നല്ല പൂക്കളൊക്കെ പൂത്ത് നിൽക്കുന്നുണ്ട്. ചുമ്മാ അവിടെ പോയി 2 ഫോട്ടോ ഒക്കെ എടുക്കാമെന്ന് വിചാരിക്കുന്നു. 2 ഫോട്ടോ ഒക്കെ എടുത്ത്, എന്തായാലും ഇവിടെ നിന്ന് ഇതുവരെ ഒരു ഫോട്ടോ ഒന്നും എടുത്തിട്ടില്ല. 2 ഫോട്ടോ ഒക്കെ എടുക്കാം. ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് നിർത്താണ്. ഈ സെക്കൻഡ് പാർട്ട് ഇനി അടുത്തത് നമ്മൾ പോകുന്നത് ഇവിടുത്തെ മാർക്കറ്റിലോട്ട് പോകുന്നതായിരിക്കും. അത് തേർഡ് പാർട്ടിലായിരിക്കും ഉണ്ടാവുന്നത്. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നത്. കാരണം നമ്മൾ ഒരുപാട് സംഭവങ്ങൾ കണ്ട്
നമ്മൾ ഹോസ്റ്റലിൽ പോയി പിന്നെ ഇങ്ങനത്തെ ഓരോരോ അത്ഭുതങ്ങളൊക്കെ കണ്ട്. അപ്പോൾ എന്തായാലും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ പറയാം. അതുപോലെ തന്നെ എല്ലാവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക, എല്ലാവരും കാണട്ടെ. നമ്മുടെ യൂറോപ്പിലുള്ള ഓരോരോ ഓൾഡ് ടൗണിൻ്റെ വിസ്മയങ്ങളും കാര്യങ്ങളൊക്കെ എല്ലാവരും കാണട്ടെ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ. ബൈ.